വെൽക്കം ബാക്ക് ടു ഉസൂപ്പ് ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, ഞാനൊരു വീഡിയോ ഇട്ടാണ്ടായി ബെസ്റ്റ് 11 ഫ്രീ കാർഡ്സ്. എപ്പിക്കോ ഒന്നല്ല, കൊണാമി നമുക്ക് തന്ന ഏറ്റവും നല്ല ഫ്രീ കാർഡ്സ് 11 ഫ്രീ കാർഡ്സാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകും. ഞാൻ ഒരു സ്ക്വാഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ആ 11 പ്ലേയേഴ്സ് മാത്രമുള്ള ഒരു സ്ക്വാഡ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിങ്ങനെ പറഞ്ഞ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സ്ക്വാഡിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രീ കാർഡ്സ്, 11 ഫ്രീ കാർഡ്സ്. നോക്കി കറക്റ്റ് മനസ്സിലാവും, എല്ലാം ഫ്രീ കാർഡ്സാണ്. ഒന്നും ഒരു പാക്ക് ചെയ്യുന്നോ ഒരു പർച്ചേസ് പാക്ക് ചെയ്യുന്നോ ഒന്നും എടുത്തല്ല, എല്ലാം കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് തന്നേക്കുന്നതാണ്. നമുക്ക് ഫസ്റ്റ് നമുക്ക് ഗോൾ കീപ്പറിൽ നിന്ന് തുടങ്ങാം. ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഗോൾ കീപ്പറാണ്, വേറെ അല്ല, ബേസ് കോട്ടുവ. ഓക്കെ, ബേസ് കോട്ടുവാണ് ഇത്. എനിക്ക് തോന്നിയിട്ടുള്ള ബെസ്റ്റ് GK എപ്പിക്കില്ലാത്തവർക്ക്. എനിക്കിപ്പോൾ എപ്പിക് GK ഒന്നുമില്ല, ആഗോള വിക്ടർ ബേസാണ്. അതിന് ഉപയോഗിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, ഇതാണ് സ്റ്റാറ്റ്സ് കുറവാണെങ്കിലും ഇൻ ഗെയിമിൽ നല്ല പെർഫോമൻസാണ്, ഹൈ പെർഫോമൻസാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റാണ് GK ബേസ് കോട്ടുക. ഓക്കെ, ഞാനിപ്പോൾ ബേസാണ് ഉപയോഗിക്കുന്നത്. എല്ലാ മെയിൻ സ്ക്വാഡിൽ വരെ ബേസാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ ഞാൻ മെയിൻ സ്ക്വാഡിൽ ഉപയോഗിക്കുന്ന പ്ലേയേഴ്സ് പകുതിയോളം പ്ലേയേഴ്സ് നമ്മൾ മെയിൻ സ്ക്വാഡിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പകുതിയല്ല, എല്ലാ പ്ലേയേഴ്സും നമ്മൾ മെയിൻ സ്ക്വാഡിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അടുത്താണ് നമ്മുടെ 2 ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും. ലെഫ്റ്റ് ബാക്ക് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വേറെ വല്ല കോസ്ട്രാകട്ടയാണ്. 1004 മാച്ചസ് കോസ്ട്രാകട്ടനെ ഞാൻ അവിടെ മാറ്റാറേ ഇല്ല. ഓക്കെ, കോസ്ട്രാകട്ട കളിപ്പിച്ചവർക്ക് അറിയാൻ പറ്റും. കോസ്ട്രാകട്ട പുതിയ പ്ലേയേഴ്സിന് കോസ്ട്രാകട്ട കിട്ടണമെന്നില്ല. ഓക്കെ, അതിൻ്റെ ഇത് പോയി. കുറച്ച് നാൾ മുന്നേ കളിച്ചവർക്ക് കോസ്ട്രാകട്ട എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, കോസ്ട്രാകട്ട ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക്. ഓക്കെ, കോസ്ട്രാകട്ട ലെഫ്റ്റ് ബാക്ക് മാത്രമല്ല, ഇവിടെ മൊത്തം കളിക്കും, ബാക്ക് മൊത്തം കളിക്കും. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇടാം. ഓക്കെ, ബെസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ബാക്ക് തന്നെയാണ്. അപ്പോൾ അടുത്താണ് കുറച്ച് റയർ കാർഡാന്ന് പറയാം. ഓക്കെ, എല്ലാവരും അതേ കാണണമെന്നില്ല, വാൻ ബിസാക്ക. എനിക്കെന്തോ ലക്കിനെന്തോ എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല, എൻ്റെ സ്കൂളിലത്തേക്ക് വാൻ ബിസാക്ക കിടക്കുന്നുണ്ടായി. ഓക്കെ, ഞാൻ കളിപ്പിക്കാറുണ്ട്. ഓക്കെ, ഡിഫെൻസീവ് ആണ് കേട്ടോ. ബെസ്റ്റ് റൈറ്റ് ബാക്ക്, ഡിഫെൻസീവ് റൈറ്റ് ബാക്ക് ഇൻ ഗെയിം വാൻ ബിസാക്ക, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഡിഫെൻസിലോട്ടാണ് പോകണമെങ്കിൽ വാൻ ബിസാക്ക നിങ്ങൾക്ക് എന്തായാലും ഉപയോഗിക്കാം. കാരണം അത്യാവശ്യമല്ല നല്ല പെർഫോമൻസാണ്. ഓക്കെ, അങ്ങനെ കയറി പോകുന്നത് വെച്ചാൽ കുറച്ച് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ കയറി അങ്ങ് പോകില്ല. ഡിഫെൻസീവ് എങ്ങനെയാണ് കളിക്കുക, എപ്പോഴും ഇവിടെ CB പോയി കഴിഞ്ഞാൽ ഈ ചെങ്ങ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അടുത്തതാണ് 2 CB. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കുറച്ച് ഈ ഫുട്ബോൾ കുറച്ച് മുന്നേ കളിച്ചവർക്കൊക്കെ അറിയാം, പുതിയ തുടങ്ങിയവർക്ക് അറിയില്ല. ഇതാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, വേറെ ആരുള്ള സാലിബ. ഓക്കെ, അന്ന് കളിച്ചവരെ എല്ലാവരും എടുത്തിട്ടുണ്ടാവും ഈ സാലിബേനെ. നമ്മുടെ മാച്ച് പാസിൽ ഒന്നാണ്. ഓക്കെ, ബിൽഡപ്പ് പ്ലെയർ ഉണ്ടാവും സാലിബ. ബെസ്റ്റ് CB ആണ്. സ്പീഡ് നോക്കുകയാണെങ്കിൽ 100 98 ഒക്കെ എന്തോ ഉണ്ട് സ്പീഡ്. ഓക്കെ, അത് കാരണം CB അത്യാവശ്യം നല്ലോണം ഓടി കളിക്കും. ഓക്കെ, 91. ഓക്കെ, 91 സ്പീഡുണ്ട്. ഓക്കെ, ഇതാണ്. അടുത്തതാണ് നമ്മുടെ കുണ്ടെ. ഇതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. കൊണാമി ഫ്രീ ആയിട്ട് തന്നതാണ്. ഓക്കെ, ഒരു മാച്ച് പാസ് അല്ല തന്നല്ല, ഒരു ബോക്സർ പോലെ ഒരു ഫ്രീ ട്രയൽ തന്നതാണ് കുണ്ടെ. ഓക്കെ, ബെസ്റ്റ് CB. ഞാൻ റൈറ്റ് ബാക്കാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സ്ക്വാഡിന് സ്യൂട്ട് ആകാത്ത കാരണം CB ഇട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് CB ഉപയോഗിക്കാം, റൈറ്റ് ബാക്ക് ഉപയോഗിക്കാം. ബെസ്റ്റ് ഇതും ഡിഫെൻസീവ് ഉണ്ടോ കുണ്ടെ. ഓക്കെ, അടുത്താണ് 2 ഡിഫെൻസീവ് മിഡ്ഫീൽഡർ DMF. ഓക്കെ, എൻ്റെ മെയിൻ സ്ക്വാഡിൽ ഇപ്പോൾ കിടക്കുന്ന DMF ഒരു ഇതാണ്. ഓക്കെ, മെയിൻ സ്ക്വാഡിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ മെയിൻ സ്ക്വാഡ് കാണിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഈ പേര് എന്തോരം എഫക്റ്റീവാണ്. ഞാനിപ്പോൾ ഡിവിഷൻ 4ലാണ്. ഓക്കെ, നിങ്ങളങ്ങനെ കൊച്ചാക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം ഫ്രീ കാർഡെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഫ്രീ കാർഡ് വെച്ചാണ് ഡിവിഷൻ 4ഉം 2 ഒക്കെ അടിക്കാറുള്ളത്. എൻ്റെ വല്ല പർച്ചേസ് ചെയ്തോ പൈസ മുടക്കിയ അക്കൗണ്ടൊന്നുമല്ല. ഓക്കെ, ഒരു ഫ്രീ ടു പ്ലേ അക്കൗണ്ടാണ്. അപ്പോൾ ഇതാണ് 2 DMF. ഓക്കെ, ഈ DMFന് ചൗമിനെ ഞാൻ ഇവിടുന്ന് മാറ്റാറില്ല. ഓക്കെ, ചൗമിൻ എന്നൊരു ആങ്കർമാനാണ്. ഓക്കെ, ഞാൻ ഇവിടുന്ന് മാറ്റാറും കൂടി ഇല്ല, ആങ്കർമാൻ. ഓക്കെ, ആങ്കർമാൻ എങ്ങനെയാണ് കളിക്കണത്, അത്യാവശ്യം ഡിഫൻസ് കിട്ടും, പാസ് എല്ലാം ഉള്ള സെറ്റ് കാണാൻ ചൗമൻ. ഈ നോമിനേറ്റിംഗ് വന്നാണ് എടുത്തവർക്കൊക്കെ വേർത്തായിട്ടുണ്ടാവും. ഓക്കെ, അത്യാവശ്യം നല്ലോണം കളിക്കണ പേരാണ്. അപ്പോൾ അടുത്താണ് ഈ കുണ്ടയുടെ ഹൈലൈറ്റ് കാർഡ്. കുണ്ടയെ പോയിട്ട് കാണ്ടയുടെ ഹൈലൈറ്റ് കാർഡ്. ഓക്കെ, ബോക്സ് പ്ലെയർ ആണ്. നിങ്ങൾ DMF ഇട്ട് ബോക്സ് കളിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലോണം സംഭവം കിട്ടും. ഡിഫൻസ് നോക്കിയാണ് 100 100 99 99. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റാറ്റ്സിനേക്കാളും കൂടുതൽ കളിക്കണമെന്ന് ഞാൻ പറയും. ഓക്കെ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഫോർമേഷനാണ് DMF എടുത്തതായിരിക്കും ബെസ്റ്റ്. ഓക്കെ, അതാണ് കാണ്ടയുടെ കാര്യം പറയുന്നത്. അടുത്താണ് അണ്ടർ റേറ്റഡ് പ്ലെയർ, വേറെ ഒരല്ല, പെഡ്രി. ഈ പെഡ്രിയുടെ കാർഡ് എനിക്ക് ഈ അടുത്താണ് കിട്ടിയത്, കുറച്ചാളുകൾ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഞാൻ കിട്ടിയപ്പോൾ തൊട്ട് കളിപ്പിക്കുന്ന ഇതാണ്. നിങ്ങൾ സ്റ്റാറ്റ്സ് നോക്കേണ്ട, അത്യാവശ്യം CMF AMF എവിടെ വേണമെങ്കിൽ കളിക്കും, നല്ല പാസ്സുണ്ട്, എല്ലാം ഉണ്ട്.
ഓക്കെ, ബെസ്റ്റ് കാർഡ്. ഒരു പ്ലേ മേക്കർ എങ്ങനെയാണ് സംബന്ധം ചെയ്യണത് അതുപോലെ തന്നെ ചങ്ങായി ചെയ്തോളൂ. വിങ്ങിലോട്ട് വേണമെങ്കിൽ വിങ്ങിലോട്ട് നോക്കോളും, ഇവിടെ ഇങ്ങോട്ട് പാസ് കൊടുക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാസ് കൊടുക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം പെട്രോളിന് വെച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പെട്രോൾ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഈ ഞാനിപ്പോൾ കാണിച്ച പ്ലേയേഴ്സ് മൊത്തം കൊണാമി നെർഫാകാത്ത പ്ലേയേഴ്സാണ്. ഓക്കെ, ഇതിനകത്ത് ആരെ കൊണാമി നെർഫാക്കിയിട്ടില്ല, അതാണ് സത്യം. ഓക്കെ, അടുത്തതാണ് കൊണാമി തന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് എപ്പിക് ഫ്രീ കാർഡ്സ്. വേറെ ആരുമല്ല, നമ്മളെ മറഡോണയാണ് ഇപ്പോൾ ആരും കളിപ്പിക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ മറഡോണ കാർഡ് പെസ്സിലാണെങ്കിൽ ക്ലാസിക് നമ്പർ 10 വെറും താഴെ കിടന്ന എന്തായിരുന്നു, ക്ലാസിക് നമ്പർ 10 ആർക്കും ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ ക്ലാസിക് നമ്പർ 10 വിഷയമാണ്. ഓക്കെ, റിയൽ ലൈഫ് എങ്ങനെയാണ് കളിക്കുന്നത് അതുപോലെ തന്നെ ക്ലാസിക് നമ്പർ 10 കളിക്കേണ്ടത്. ഓക്കെ, മറഡോണയുടെ ഈ കാർഡ് നിങ്ങളിപ്പോൾ കളി തോറ്റേക്കാണ്, സെക്കൻഡ് ഹാഫ് 2-0 തോറ്റേക്കാണെങ്കിൽ അത് 2-2 ആക്കാൻ പറ്റുന്ന പ്ലെയറാണ് നമ്മുടെ മറഡോണ. അപ്പോൾ അത്യാവശ്യം നല്ലോണം സ്ക്വാഡിൽ യൂട്ടിലൈസ് ആവുകയും ചെയ്യും, സ്ക്വാഡിൽ ഉപകാരപ്പെടുന്ന ഒരു പ്ലെയറാണ് മറഡോണ. അടുത്ത പ്ലെയറാണ് നമ്മുടെ വേറെ ആരുമില്ല, നമ്മുടെ സ്വന്തം നെയ്മർ, സാൻറ്റോസ് നെയ്മർ. എനിക്ക് കൊണാമി തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആട്ടോ നെയ്മർ. കൊണാമി തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയറാണ് നെയ്മർ. സ്റ്റാറ്റ്സ് അതൊന്നുമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലെയറാണ് നെയ്മർ. അപ്പോൾ അതിൻ്റെ സാൻറ്റോസിൻ്റെ കാർഡൊക്കെ വിഷയമാണ്. ഓക്കെ, സാൻറ്റോസ് കുറച്ചൊന്ന് നെർഫാക്കിയിട്ടുണ്ടെങ്കിലും പക്ഷേ അധികം നെർഫാക്കിയിട്ടില്ല സാൻറ്റോസ്. ഓക്കെ, ഒറിജിനൽ സാൻറ്റോസിൻ്റെ കാർഡ് കൊണാമി ഇറക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ബെസ്റ്റ് ആയിരിക്കും. ഫ്രീ കാർഡ് അല്ലാണ്ട് ഇറക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ബെസ്റ്റ് ആയിരിക്കും. ഫ്രീ ആയിട്ട് തന്നുകൊണ്ട് കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട് എനിക്ക്. പക്ഷേ എന്നാലും നല്ലോണം എഫക്റ്റ് ചെയ്യുന്ന 459 മാച്ചസ് കളിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കളിപ്പിക്കാറില്ല നെയ്മറിനെ, കാരണം എനിക്ക് വേറെ നെയ്മർ കിട്ടി. ഓക്കെ, അതിൻ്റെ ബാഴ്സയുടെ MSL നെയ്മർ കിട്ടി, അത് ലക്കിന് കിട്ടിയതാണ്. ഓക്കെ, അതാണ് ഇപ്പം ഞാൻ ഇപ്പോൾ കളിപ്പിക്കാറ്. ഈ നെയ്മർ ഇപ്പോൾ അത് കിട്ടിയപ്പോൾ ഇത് കളിപ്പിക്കാറില്ല, എന്നാലും ഇടയ്ക്ക് ഞാൻ കളിപ്പിക്കാറുണ്ട് ഒരു ആഗ്രഹം തോന്നുമ്പോൾ. ഓക്കെ, അപ്പോൾ അതാണ് ഫ്രീ കാർഡ്സ്. 2 എപ്പിക് ഫ്രീ കാർഡ്സ്, 3 എപ്പിക് ഫ്രീ കാർഡ്സ് നമുക്ക് കൊണാമി ഫ്രീ ആയിട്ട് തന്നെയുണ്ട്. അത് ബെസ്റ്റ് ഫ്രീ കാർഡ്സാണ് നമുക്ക് കൊണാമി തന്നേക്കുന്നത്. അപ്പോൾ അടുത്തതാണ് എല്ലാവരുടെ സ്ക്വാഡിലുണ്ടാവും ഇപ്പോൾ ഈ കാർഡ്. ഓക്കെ, കിട്ടിയവരൊക്കെ കളിപ്പിക്കുന്ന ഒരു കാർഡാണ് നമ്മുടെ എംബാപ്പയുടെ കാർഡ്. ഓക്കെ, ഈ എംബാപ്പയുടെ കാർഡാണ് ബെസ്റ്റ് എംബാപ്പയുടെ കാർഡെന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾ സ്റ്റാറ്റ്സ് നോക്കേണ്ട, ഫിനിഷിങ് 93, സ്പീഡ് ആക്സിലേഷൻ 99-92. ഓക്കെ, നിങ്ങളുടെ ഇപ്പോൾ എംബാപ്പയുടെ ഒരു ഹൈലൈറ്റ് കാർഡോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡ് എന്തായാലും സുഖമായിട്ട് കളിപ്പിക്കാം. പക്ഷേ കാരണം അവരെങ്ങനെയാണോ കളിക്കുക, ആ എംബാപ്പയുടെ കാർഡൊക്കെ എങ്ങനെയാണ് കളിക്കുക അതുപോലെ തന്നെ കളിക്കും, ഒരു ഇതുമില്ല, ഒരു വിട്ടുവീഴ്ചയില്ല. ഓക്കെ, എംബാപ്പയുടെ കാർഡ് തന്നെ, അത് ബേസ് ആയാലും എന്തായാലും. ഓക്കെ, ബേസ് ഇട്ടാലും നിങ്ങൾക്ക് അതേ എഫക്റ്റ് കിട്ടും, ഹൈലൈറ്റ് ഇട്ടാലും അതേ എഫക്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ എംബാപ്പയുടെ കാർഡ് ബെസ്റ്റ് കാർഡാണ്. ഓക്കെ, 114 ഗോളൊക്കെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബെസ്റ്റ് 11 പ്ലേയേഴ്സ് ഇൻ ഈ ഫുട്ബോൾ റൈറ്റ് നൗ. ഫ്രീ കാർഡ്സ്. ഓക്കെ, ഫ്രീ കാർഡ്സ് കുറച്ച് ഫ്രീ കാർഡ്സൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും അത് കൊണാമി കുറച്ച് നെർഫാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോ, നെർഫാക്കിയ കാർഡ്സിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം, എന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താലാണ് നമുക്ക് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബെസ്റ്റ് 11 കാർഡ്സ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഫുട്ബോൾ. ഇതിൽ തന്നെ ബെസ്റ്റ് കാർഡ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ കാർഡ് ബെസ്റ്റ് കാർഡ് DMFൽ ഏറ്റവും ബെസ്റ്റ് കാർഡ്. ഓക്കെ, അല്ല എന്നാലും അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട്, പാസ് കിട്ടും, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിൽ തന്നെ ഇഷ്ടപ്പെട്ടുള്ള കാർഡ്സാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, അല്ലാണ്ട് കൊള്ളില്ലാത്ത പ്ലേയേഴ്സ് അല്ല, നല്ലതും കൊള്ളില്ലാത്തതൊന്നുമല്ല. എനിക്ക് ഇതിൽ തന്നെ ഇഷ്ടപ്പെട്ട പ്ലേയേഴ്സ്. കാണ്ടയുടെ കാർഡൊക്കെ ഇഷ്ടമല്ല എന്നല്ല. ഓക്കെ, ഇതൊക്കെയാണ് ബെസ്റ്റ് 11 പ്ലേയേഴ്സ് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാർഡ്സൊക്കെ നിങ്ങളുണ്ടെങ്കിൽ ഒന്ന് കളിപ്പിച്ച അഭിപ്രായം പറയാം. ഓക്കെ, ഇതൊക്കെയാണ് ബെസ്റ്റ് ഫ്രീ 11 പ്ലേയേഴ്സ്. അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് സബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ നെർഫൊക്കെ കാർഡ്സിൻ്റെ വേണോ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.